ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ദേ ഞങ്ങളുടെ കുഞ്ഞിപ്പൂജയാണിത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് രസം ഉണ്ടാക്കാനാണ്. ഞാൻ എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്ത് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാവേ. അതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് അത് കണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പം നോക്കണേ എല്ലാവരും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു ശകലം കായം നമുക്കൊന്ന് വറുത്ത് മാറ്റി വെക്കണം. അത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കായപ്പൊടി ഇടുന്നതിനേക്കാൾ നല്ലത് കട്ടക്കായം ഇടുന്നതാണ് ഒന്നൊരു ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ എണ്ണ മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ മല്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തു. അത് കഴിഞ്ഞ ശേഷം ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം അതും കൂടെ വറുത്തെടുത്തു. അതിന് ശേഷം ഒരു സ്പൂൺ നല്ല കുരുമുളക് ഇടിച്ചത്, പിന്നെ ഒരു 5 വറ്റൽമുളക് അതും കൂടെ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതെല്ലാം കൂടെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് ഇച്ചിരി ഉലുവയാണേ. അപ്പോൾ അതും കൂടി ഇട്ട് ഞാനൊന്ന് വറുത്ത് മാറ്റി ചൂടാക്കി കഴിയുമ്പം ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കത് പൊടിച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം താളിക്കണമല്ലോ. അപ്പം നമുക്ക് കടുക് ഇട്ട് ഉലുവായൊക്കെ ഇട്ട് നമുക്ക് താളിച്ചതിന് ശേഷം നമ്മുടെ വറ്റൽമുളകും കരിവേപ്പിലയും ഒക്കെ ഇട്ട് താളിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് താളിക്കുന്നതിന് ഒരു ചെറിയ ഉള്ളിയും കൂടി ഇടണേ. അപ്പം തക്കാളിയും കൂടി ഇട്ട് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ പുളിവെള്ളം ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് അവിടെ കിടന്ന് വെട്ടി തിളക്കട്ടെ. ഈ വെട്ടി തിളയ്ക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം ശർക്കര ഞാൻ ചേർക്കുന്നുണ്ട്. കുഞ്ഞ് 2 കഷ്ണം കേട്ടോ. അതും കൂടെ ഇട്ട് നമുക്ക് അതിൻ്റെ കൂടെ തിളപ്പിക്കണം. അതിൻ്റെ കൂടെ ഞാൻ ആഫ്രിക്കൻ മല്ലിയിലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചൊന്ന് മൂടി നമുക്ക് വെക്കാം. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, പിന്നെ ഇച്ചിരി തോരൻ കറി, പിന്നെ നമ്മുടെ ഒരു പപ്പടം, പിന്നെ റൂബിക്ക ഞാൻ എല്ലാം അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്, പിന്നെ നമ്മുടെ രസം. ആഹാ അടിപൊളി. എന്ന് നമുക്ക് മത്സ്യമാംസാദികൾ വേണമെന്നില്ലല്ലോ. ഇങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.